ഹായ്. ഞാനൊരു 2 ദിവസം കൊണ്ട് ഒരു ഇൻ്റർവ്യൂ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ആവട്ടെ. അതൊന്ന് 3 പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻ്റർവ്യൂ തീർന്നതിന് ശേഷം വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ തമിഴ്നാട് CM ജോസഫ് വിജയുടെ മകൻ, നമ്മുടെ ദളപതി വിജയുടെ മകൻ ജെയ്സൺ സഞ്ജയുടെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ബിഹൈൻഡ് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നത്. സഞ്ജയുടെ സിഗ്മ എന്ന പടത്തിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത്. വിജയുടെ മകനായതുകൊണ്ട് തന്നെ ഞാൻ വളരെ താല്പര്യത്തോടെയാണ് ആ ഇൻ്റർവ്യൂ കണ്ടത് തന്നെ. ഒരു മകനെ എങ്ങനെ മാതാപിതാക്കൾ നല്ല രീതിയിൽ വളർത്തി എന്നതിനുള്ള ഉത്തമ ഉദാഹരണമായിട്ടാണ് എനിക്ക് സഞ്ജയുടെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം നമ്മൾ പല താരങ്ങളുടെയും അല്ലെങ്കിൽ പല സെലിബ്രിറ്റീസിൻ്റെയും, അത് പ്രമുഖ വ്യക്തികൾ ഏതോ ആയിക്കോട്ടെ, ഏത് ഫീൽഡിലുള്ളവരെ മക്കളോ ആയിക്കോട്ടെ, അപ്പോൾ അവരുടെയൊക്കെ കുറച്ച് സംസാരങ്ങളോ അല്ലെങ്കിൽ വിഷ്വൽസോ എന്തെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുമ്പോഴത്തേക്കും അവർക്ക് സംസാരിക്കാൻ അറിയില്ല, ആ ഒരു ചിന്തയുണ്ടല്ലോ. സംസാരിക്കാൻ ചിലപ്പോൾ ബോധവും വിവരമൊക്കെ ഉള്ളവരായിരിക്കും, പക്ഷെ സംസാരിക്കാൻ അധികമായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ ചിലർക്ക് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഉത്തരം കൊടുക്കേണ്ടത് പെട്ടെന്നൊന്നും കിട്ടത്തില്ല അങ്ങനെ പറയുമ്പോഴത്തേക്കും. പക്ഷേ സഞ്ജയോട് എന്ത് ചോദിച്ചാലും അതിന് വളരെ ക്ലിയർ ആയിട്ട് നല്ല മെച്യൂർഡായിട്ടാണ് ഉത്തരങ്ങളൊക്കെയും കൊടുക്കുന്നത്. അത് ഇവരെ വളർത്തിക്കൊണ്ട് വന്ന രീതി, അവരെ ഇത്രയധികം ബ്രില്യൻസ് ആക്കിയത് അവരുടെ പാരൻസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ വിജയും സംഗീതയും അവർക്ക് രണ്ടുപേർക്കും തന്നെയാണ് ഒരു കയ്യടി കൊടുക്കേണ്ടത്. നല്ല രീതിയിൽ മക്കളെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മകൻ്റെ ഇൻ്റർവ്യൂ കാണുമ്പോൾ തന്നെ അപ്പോൾ മകളും എങ്ങനെയായിരിക്കും എന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാനായിട്ട് അത് സാധിക്കും. അപ്പോൾ ഒരു അച്ഛൻ മകൻ ബന്ധം, പലരും വിചാരിച്ചു അച്ഛനായിട്ടുള്ള ബന്ധമില്ല, അയ്യോ കുറച്ച് നാൾ മുമ്പൊക്കെ ഇതൊക്കെ വന്നതാണ്. കാരണം മകൻ്റെ പേരിൽ വിജയുടെ പേരില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിക്ക്. പക്ഷേ തുടക്കം മുതലേ അവൻ്റെ പേരിൽ അങ്ങനെ തന്നെയാണ്, ജെയ്സൺ സഞ്ജയ് എന്ന് തന്നെയാണ്. അതിൽ വിജയ് ഒന്നും അവൻ ചേർത്തിട്ടില്ല. അതൊക്കെ പണ്ട് മുതലേ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ തന്നെയാണ് അവൻ വന്നിട്ടുള്ളത്, അങ്ങനെ തന്നെയാണ് പേര് കൊടുത്തിട്ടുള്ളത്. അച്ഛനോട് താല്പര്യമില്ല, അച്ഛനോട് മിണ്ടുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെയും ഒരു തിരിച്ചടി എന്ന രീതിക്കാണ് സഞ്ജയ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഒരു ഹോളിവുഡ് ആക്ടറുമായിട്ട് ഒരു ഫൈറ്റ് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ വയ്ക്കുമ്പോൾ ആരെ ആയിരിക്കും ജെയ്സൺ ഇവിടെ നിന്ന് ഇന്ത്യയിലുള്ള ഒരാളെ വിളിക്കുന്നത്? വേറെ ആർക്കും എങ്ക അപ്പാതാ. ആ ഒരു പറച്ചിലുണ്ട് ഒരു അച്ഛൻ മകൻ ബന്ധം എങ്ങനെയുള്ളതാണെന്ന്. കാരണം ഇവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞെന്ന രീതിക്കാണ് പലരും സോഷ്യൽ മീഡിയയിൽ മുന്നിൽ വന്നിരുന്ന് പറഞ്ഞിട്ടുള്ളത്. പല സെലിബ്രിറ്റീസ് അടക്കം വന്നിരുന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഒരു തരത്തിലാണ്. പക്ഷേ ഞാനിപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ മുമ്പും ഞാൻ പറഞ്ഞിരുന്നു ഒരു വീഡിയോയിലെന്തോ, ഇവർ ചിലപ്പോൾ ഫാമിലി ആയിട്ട് ഇവർക്ക് അങ്ങനെ വന്ന് നിന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വന്ന് നാടകം കളിക്കേണ്ട ആവശ്യമില്ല. കാരണം മകൻ ഇപ്പോൾ സിനിമയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നു, മകന് ഈ ഒരു ഫീൽഡിലേക്കാണ് താല്പര്യം. അപ്പോൾ അവൻ്റേതായിട്ടുള്ള രീതിയിൽ അവൻ വളരണം, അല്ലെങ്കിൽ വളർന്നു വരണം. മമ്മൂട്ടിയെ തന്നെ എടുത്തു നോക്കും. നമ്മളെ കേരളത്തിലെ ദുൽഖർ ആദ്യമായിട്ട് പടം ചെയ്തപ്പോൾ മമ്മൂട്ടിയുടെ ഒരു സപ്പോർട്ടും ദുൽഖറിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ പടം റിലീസായി അത് കണ്ട് കഴിഞ്ഞ ആൾക്കാരാണ് പിന്നെ അടുത്ത് പറഞ്ഞത് മമ്മൂട്ടിയുടെ മകൻ്റെ പടമാണ്. അതുവരേക്കും ആ ഒരു തരത്തിൽ മമ്മൂട്ടിയുടെ മകൻ എന്ന ലേബലിൽ ഒരിടത്തും വന്നിട്ടില്ല. മമ്മൂട്ടി പോലും അത് പ്രൊമോഷൻ ചെയ്തിട്ടില്ല. എനിക്ക് ആ ഒരു രീതി പോലെയാണ് ഇതും ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം മകൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മകൻ കയറി വരാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് പബ്ലിസിറ്റി കുറച്ചുകൂടെ ആൾക്കാർ വാച്ച് ചെയ്യും. അത് കിട്ടും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പോൾ ഒരു വിജയുടെ മകനായതുകൊണ്ട് തന്നെ അവന് ഫാൻ ബേസ് കൂടുതലായിരിക്കും. കാരണം വിജയുടെ അടുത്തുള്ള ആരാധന മകനും ഉണ്ടാവും. പക്ഷെ അതൊരു പടം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം ഒരാൾ ചെയ്യുന്ന വർക്കിലൂടെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ അവരുടെ ഷോർട്ട് വീഡിയോസും റീൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂവിൽ കുറച്ചുകൂടെ ഒരു മെച്യൂർഡായിട്ടുള്ള ഒരാളാണ്. ഒരു സിനിമ സംബന്ധമായിട്ട് ഫിലിം കോഴ്സാണ് പഠിച്ചിട്ടുള്ളത്, ലണ്ടനിലാണ് പഠിച്ചത്. അപ്പോൾ സിനിമയോടുള്ള ഒരു ഇഷ്ടം വെച്ചിട്ടാണ് എനിക്ക് +2 കഴിഞ്ഞപ്പോൾ സിനിമയാണ് താല്പര്യം എന്ന രീതിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് റൈറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് സംവിധായകനാവണമെന്ന് ആഗ്രഹിച്ചത്. സിനിമയുടെ എല്ലാ ഭാഗങ്ങളും
സഞ്ജയ്ക്ക് നല്ല പോലെ അറിയാം. എഡിറ്റിങ്, ബാക്ക്ഗ്രൗണ്ട്, അതെങ്ങനെ മ്യൂസിക് വേണം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം, എങ്ങനെ ഒരു ഹാൻഡിൽ ചെയ്യണം, ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പക്ക ക്വാളിറ്റിയും മനസ്സിലാക്കി ഇപ്പോൾ ഒന്ന് റെഡിയായി വന്നിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ തന്നെ നമുക്ക് കൂടുതൽ പ്രതീക്ഷയുണ്ട്. കാരണം ഈ ഇൻ്റർവ്യൂ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നെയും പിന്നെയും പ്രതീക്ഷ ഉളവാക്കുന്നുണ്ട്. ഇത് എന്തോ ഉണ്ട്, അല്ലെങ്കിൽ ഇയാളെ കൊണ്ട് സാധിക്കും, ഇയാളെ കൊണ്ട് പറ്റും എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ലതാവട്ടെ. കാരണം സിനിമാ ഫീൽഡിലുള്ള ഒരുപാട് പേരുടെ മക്കൾ വരുമ്പോഴത്തേക്കും ആദ്യമായിട്ട് അവർ വരുന്നത് ഒന്നിൽ അഭിനയിക്കാനായിരിക്കും. മിക്കവരും അഭിനയിക്കാൻ തന്നെയാണ് വരുന്നത്. വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഡയറക്ഷനും അല്ലെങ്കിൽ വേറെ വിഷയത്തിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ വേറെ കാര്യങ്ങളിലേക്ക് പോകുന്നത്. അല്ലാതെ അധികം ആരും സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞു വരത്തില്ല. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് സഞ്ജയ് പറയുന്നത്, ഞാൻ സംവിധാനമാണ് താല്പര്യം, അല്ലെങ്കിൽ പിന്നിൽ പ്രവർത്തിക്കാനാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. കൊച്ചിലെ മുതലേ സെറ്റുകളിലേക്കാണ് കൂടുതൽ പോയിട്ടുള്ളത്. അപ്പം സെറ്റുകളിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ സിനിമ കാണുമ്പോഴല്ലോ സെറ്റിൽ അവിടെ ഷൂട്ടിംഗ് ഇങ്ങനെ അഭിനയിക്കുന്നു, ഇവിടെ ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇതെടുക്കുന്നു, ക്യാമറ നോക്കുന്നു, എഡിറ്റിങ് അല്ലെങ്കിൽ അത് അഭിനയിച്ച സീന് നോക്കുന്നു, അങ്ങനെയൊക്കെ കണ്ടൊരു ശീലമുണ്ട്. അപ്പോൾ ആ ഒരു രീതി വെച്ചിട്ടാണ് സഞ്ജയ്ക്ക് സിനിമയുടെ ബാക്കിൽ പ്രവർത്തിക്കാനായിട്ട് താല്പര്യം. അങ്ങനെ അത് പഠിച്ച് ചെയ്തെടുത്ത സിനിമയാണ് ഇപ്പോൾ സിഗ്മ എന്ന് പറയുന്ന സിനിമ. ഒരു അച്ഛൻ്റെ പേരിലല്ലാതെ എൻ്റെ പേരിൽ എനിക്ക് അറിയപ്പെടണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ്. കാരണം എത്ര തന്നെ വലിയ സ്റ്റാർ, എത്ര തന്നെ വലിയ CM ഇതെന്നൊക്കെ പറഞ്ഞിരുന്നാലും തൻ്റേതായിട്ടുള്ളൊരു പേര് ഉണ്ടാവണം. അതല്ലാതെ ആരും അംഗീകരിക്കത്തൊന്നുമില്ല. ആരും അവരുടെ മകനാണ്, ഇവരുടെ മകനായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നോക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, അങ്ങനെ ഒന്നും കിട്ടത്തില്ല. അതിനൊരു ലിമിറ്റേഷനുണ്ട്. കാരണം നമുക്കിവിടെ മമ്മൂട്ടിയുടെ മോനായാലും മോഹൻലാലിൻ്റെ മകനായാലും നമ്മൾ പറയുന്നത് എന്താ, അവർക്കൊക്കെ നമ്മൾ അധികമായിട്ട് നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലിനെയും നമ്മൾ എത്രയോ സ്നേഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എത്രയോ അവരുടെ പടങ്ങൾ വന്ന് ആകാംക്ഷയോട് നിൽക്കുന്നത് പോലെ, അവരുടെ മകൻ്റെ പടങ്ങൾ വരുമ്പോൾ നമ്മൾ ആരും ഭയങ്കര താല്പര്യമായിട്ട് നിൽക്കില്ല എന്നല്ല പറയുന്നത്, പക്ഷെ അവരോളം എത്തില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇതിനും ഒരു ലിമിറ്റേഷൻ വരും. വിജയുടെ അടുത്തുള്ള ആരാധനയിൽ കുറച്ച് പേര് ഭയങ്കര സപ്പോർട്ടീവായി നിൽക്കും. പക്ഷെ ഒരു പടം ഇറങ്ങി കഴിയുമ്പോഴത്തേക്കാണ് അവരുടെ ഇവിടെ നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ, അത്രയും നമ്മൾ കൊടുക്കണോ എന്നുള്ള രീതിയിലൊക്കെയും തീരുമാനിക്കുന്നത്. പക്ഷേ ഇൻ്റർവ്യൂ കാണുമ്പോഴത്തേക്കും നിങ്ങൾ കണ്ടു നോക്കും, ബിഹൈൻഡ് വുഡ്സിലുണ്ട് ആ ഇൻ്റർവ്യൂ. നല്ല രീതിയിൽ കാര്യങ്ങളും എല്ലാം പക്കയായിട്ട് സംസാരിച്ച് പോകുന്നുണ്ട്. യുവൻ ശങ്കർ രാജ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറിനോടാണ് ഭയങ്കര താല്പര്യം എന്നുള്ളതൊക്കെയും പറയുന്നുണ്ട്. സിനിമയുടെ എനിക്ക് തോന്നുന്നു സിനിമയുടെ A to Z കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. അത് പണ്ട് മുതലേ ഉള്ള ചിത്രങ്ങൾ, ഒരുപാട് സിനിമകൾ കാണുന്ന കൂട്ടത്തിൽ നല്ല നല്ല തോട്ടുകൾ അവർക്ക് തോന്നും. വിജയ് സംഗീത ബന്ധം വേർപെടുത്തിയെന്നോ അല്ലെങ്കിൽ അവർ പിരിഞ്ഞെന്നോ എന്നുള്ള തരത്തിൽ അവരിതുവരെയും വന്ന് അവരുടെ ഫാമിലിയായിട്ട് വന്ന് അതുവരെയും സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ പബ്ലിക്കിന് മുമ്പിൽ അവർ പറഞ്ഞിട്ടോ ഒന്നുമില്ല. അപ്പോൾ അതുവരേക്കും നമ്മൾ അവർ വെറുതെ വിടുക. അവർ എന്തോ ആയിക്കോട്ടെ, ഫാമിലി മാറ്റേഴ്സ് എന്തോ ആയിക്കോട്ടെ, പക്ഷേ അവർ തമ്മിൽ നല്ല സൗഹൃദപരമായിട്ട് അച്ഛനും മകനും പോവുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യവും നല്ലൊരു തീരുമാനമാണ്. അപ്പോൾ സിഗ്മ എന്ന് പറയുന്ന പടം എല്ലാവരും തിയേറ്ററിൽ വരുമ്പോൾ കാണണമെന്നൊക്കെയാണ് സഞ്ജയ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സിഗ്മ എന്ന് പറയുന്ന പടം ഉടനെ തന്നെ തിയേറ്ററിലേക്ക് എത്തും. അപ്പോൾ വിജയുടെ അടുത്തുള്ള ഒരു ഇഷ്ടവും കാര്യങ്ങളും ഒക്കെയും ഈ പറയുന്ന സഞ്ജയ്ക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പടം ഇറങ്ങിയതിന് ശേഷം ആൾക്കാർ തീരുമാനിക്കും. ഇതിൻ്റെ പടത്തിൻ്റെ നായകൻ എന്ന് പറയുന്നത് സുദീപ് കൃഷ്ണനാണ്. സുദീപ് കൃഷ്ണൻ്റെ ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു പടം എന്ന് പറയുന്നത് മാനഗരമാണെന്ന് തോന്നുന്നു. എനിക്ക് ആ ഒരു പടത്തിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഫേവറേറ്റ് ആക്ടർ വിജയ് ആയിരുന്നാലും നമ്മൾ സിനിമകൾ കാണുന്നതാണല്ലോ. കാരണം ഓരോരുത്തരുടെ അഭിനയം വ്യത്യസ്തമായിരിക്കും, ഓരോരുത്തരും നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷേ ഫേവറേറ്റ് ആക്ടർ അന്നൊന്നും വിജയ് തന്നെയാണ്. പക്ഷേ എനിക്ക് ഈ നടനെ ഇഷ്ടമാണ്. അപ്പോൾ ആളുടെ അഭിനയമൊക്കെ നന്നായിട്ടുള്ള ഒരാളാണ്, നന്നായി ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഇതിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ താഴെ വന്നിട്ട് ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട്. കാരണം കൂടുതലും വിജയ് ഫാൻസാണ്. അതിനുശേഷം എങ്കണ്ണൻ പുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. കാരണം ഈ ഒരു വീഡിയോ ബിഹൈൻഡ് വുഡ്സിൽ ഇട്ടപ്പോൾ തന്നെ ഭയങ്കര വ്യൂസാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്, ഒരുപാട് വ്യൂ കിട്ടിയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കാം. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സംസാരവും രീതികളും കാര്യങ്ങളൊക്കെയും കേൾക്കുമ്പോഴത്തേക്കും.
അവരെങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെ ആയിരിക്കും എന്നതിന് ഒരു ഉദാഹരണമാണ് അവരുടെ ഇൻ്റർവ്യൂ കാണുമ്പോഴത്തേക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് മനസ്സിലാക്കുന്നത്, ആ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നത് നല്ലൊരു വ്യക്തിയാണ്. എന്തായാലും അച്ഛനെ പോലെ മകനും ഇനി സിനിമകളിൽ തിളങ്ങട്ടെ. അപ്പോൾ ഈ ഡയറക്ഷൻ മാത്രമല്ല സഞ്ജയ്ക്ക് ആഗ്രഹിക്കുന്നത്, സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയാൽ അഭിനയത്തിലും വരാൻ താല്പര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയും നല്ല നല്ല സിനിമകൾ ചെയ്യാൻ ഭാഗ്യമുണ്ടാകട്ടെ, അഭിനയത്തിലും നല്ല രീതിയിൽ മുന്നേറി വരട്ടെ എന്നാണ് ആശംസിക്കുന്നത്. ഓക്കെ.